ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇതെൻ്റെ എല്ലാ ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരുങ്ങി പള്ളിയിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ രാവിലത്തെ ഒരു സമയം ഭയങ്കര തണുപ്പാട്ടോ. ഉച്ചയ്ക്കൊന്നും കുഴപ്പമില്ല, രാവിലത്തെ ഒരു സമയം നല്ല തണുപ്പുണ്ട്. അപ്പം എനിക്ക് തണുപ്പ് പറ്റത്തില്ല. രാവിലെയൊക്കെ ഭയങ്കര തുമ്മലും ജലദോഷവും. ഞാൻ ശരിക്കും ഒരു ഗെറ്റ് വിതുമയൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഓൾറെഡി ലേറ്റായി. അതുകൊണ്ട് ഞാൻ വേഗം പള്ളി പോകാനുള്ള ആ ഒരു ധൃതിക്ക് ഗെറ്റ് വിതുമ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ജലദോഷം തുമ്മലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഒരുക്കൊന്നും ഇല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച കുർബാന ഒരു 8 മണിയാകുമ്പോഴാട്ടോ. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നാലും കുർബാന തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പള്ളിയിൽ എത്താൻ പറ്റും. സാധാരണ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് എപ്പോഴും പള്ളിയിൽ പോവാറ്. ഇന്നിപ്പോൾ ഡ്യൂട്ടി ബസ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടി ബസ്സിന് പോയിട്ട് പള്ളീൻ്റെ മുന്നിൽ ഇറങ്ങാട്ടോ ചെയ്തത്. അപ്പോൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നാണ് പോയത്. എപ്പോഴും നടന്ന് തന്നെയാണ് കേട്ടോ പോവാറ്. ഞങ്ങൾക്ക് നടന്ന് പോയാലേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് പച്ചക്കറികൾ വാങ്ങിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് പച്ചക്കറികൾ കിട്ടുന്നത്. നമ്മൾ പിന്നെ ബൾക്കായിട്ടൊന്നും വാങ്ങിക്കൂല, നമുക്ക് ആവശ്യത്തിനുള്ളത് വാങ്ങിക്കാറുള്ളൂ. ബിക്കോസ് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ എടുക്കും. ഞങ്ങൾ ഏകദേശം ഉച്ചയോടെടുക്കാനായപ്പോഴാണ് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയത്. അതുകൊണ്ട് ലഞ്ച് പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിയത്. ബിരിയാണി എന്ന് പറയുമ്പോൾ ചിക്കനൊന്നും ഇല്ല കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പ് നമുക്കില്ല. നമ്മുടെ ഹോസ്റ്റലിൽ ചിക്കനൊന്നും അലൗഡല്ല. സോ ഒരു ചിക്കൻ ബിരിയാണി പോലെ ചിക്കൻ ഇല്ലാത്തൊരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പ്രത്യേകിച്ച് കെറ്റിലിനകത്ത് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിരിയാണി മസാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ബിരിയാണീൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി മസാല കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത്. ഏകദേശം എല്ലാ മസാലകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ബിരിയാണിക്ക് വേണ്ടതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചിക്കൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ റൈസും നമ്മുടെ വൈറ്റ് റൈസാണ്, ഹോസ്റ്റലിലെ റൈസാട്ടോ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ഇതിപ്പോൾ ഒരു ട്രയലാണല്ലോ. ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ബസ്മതി റൈസൊക്കെ വാങ്ങിച്ചിട്ട് നന്നായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ബിരിയാണി പെട്ടെന്നായിട്ടോ, കാരണം നമുക്ക് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം ഓൾറെഡി കുക്ക്ഡ് റൈസ് ആയതുകൊണ്ട് നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണീൻ്റെ. പിന്നെ കുറച്ച് അടി പിടിച്ചായിരുന്നു കെറ്റിലായതുകൊണ്ട്. പിന്നെ ടേസ്റ്റ് പറയാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിലും കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നതാണ്. ഞാൻ വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഹോട്ടൽ മസാജ് ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടൽ മസാജ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന് സാമ്പാറും തക്കാളിക്കറിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.